ഈ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. ഇതിപ്പോൾ റോഡിൽ നിൽക്കുന്നതാണ്. ഈ ലൈനിപ്പോൾ റോഡിലാണ് നിൽക്കുന്നത്. ഈ ലൈനാണ് ഇങ്ങനെ പോയി ആ ഷീറ്റിന് മുകളിൽ സൈക്കിൾ വെക്കാനുള്ള ഒരു ഷീറ്റിട്ട ഒരു ചെറിയ കെട്ടിടമാണ് നമ്മൾ ആ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ വലിയ പൊക്കമൊന്നുമില്ല, ഒരു 2-3 അടി പൊക്കം മാത്രമാണ് ഇതിനകത്ത് ആ കുട്ടി മരണപ്പെട്ട ആ ഒരു ഭാഗത്ത് ഉള്ളത്. ഇവിടെ ഒരാൾ നിന്നാൽ തന്നെ അയാൾക്ക് അതിനകത്ത് ഒരാളെന്നല്ല, ഒരു കൊച്ചുകുട്ടി നിന്നാൽ പോലും അതിൽ പിടിക്കേണ്ടി വരും. നമുക്ക് എത്രമാത്രം സുരക്ഷിതത്വം ഇല്ലാതെയാണ് ആ ഇലക്ട്രിക് ലൈൻ കടന്നു പോയിരിക്കുന്നതെന്ന് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകും. ഇതുണ്ടോ, ഇതാണ് ആ ഷെഡ്. നമുക്ക് റോഡിൽ നിന്നാണ് ഇതിൻ്റെ വിഷ്വലുകൾ എടുക്കാൻ കഴിയുന്നത്. ഇതാണ് ഷെഡ്. കുട്ടി ഇറങ്ങി എന്ന് പറയുന്നത് ആ ഷീറ്റിനും ആ ഓടിനും ഇടയിൽ കാണുന്ന ഭാഗമുണ്ട്. അവിടെ അങ്ങോട്ട് നീളത്തിലാണ് നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗത്തെ കാണാൻ ഈ ഭാഗം ഏകദേശം ഈ ഭാഗത്താണ്. ഇതുവഴിയാണ് കുട്ടി ഇറങ്ങിയെന്ന് പറയുന്നത്. ഇറങ്ങിയിട്ട് ഇതിലേ വന്നു ആ ഇലക്ട്രിക് ലൈൻ, ഈ ഇലക്ട്രിക് ലൈനിലേക്ക് വീണപ്പോൾ പിടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അത് എത്രമാത്രം വിശ്വാസയോഗ്യമാകുമെന്നൊന്നും പറയാൻ കഴിയില്ല. വീണില്ലെങ്കിലും പിടിക്കും. കാരണം ഒരുപക്ഷെ കുഞ്ഞുദ്ദേശിക്കുക അതിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങാമെന്നോ വല്ലതും ആയിരിക്കും. അല്ലാതെ വീണപ്പോൾ പിടിച്ചതാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും, അല്ലയോ? അതിലെ പിടിച്ചുകൊണ്ട് ഇറങ്ങാമെന്നോ വല്ല ആയിരിക്കും. ഷീറ്റിൻ്റെ പുറത്ത് ആൾ പെട്ടുപോയിട്ടുണ്ടാകണം. ആ സ്കൂളിൻ്റെ ആ ഷീറ്റിൻ്റെ പുറത്ത് ആൾ പെട്ടുപോയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അതിൽ പിടിച്ചതായിരിക്കാം. അല്ലാതെ ഇത് കണ്ടില്ലേ, ഏകദേശം ഒരു 10-300 മീറ്ററിലധികം സ്ഥലത്ത് നമ്മളൊരു ഇലക്ട്രിക് പോസ്റ്റിന് അപേക്ഷ കൊടുക്കുമ്പോഴാണ് അവർ 15 മീറ്റർ 10 മീറ്റർ അല്ലെ 20 മീറ്റർ കഴിഞ്ഞാൽ പൈസ അടയ്ക്കണമെന്ന് പറയുന്നത്. ഇത് നോക്കി, ഒരു സ്കൂൾ ഗ്രൗണ്ടിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇലക്ട്രിക് ലൈൻ കടന്നു പോയിട്ടുള്ളത്. ആ ഇലക്ട്രിക് ലൈനാണ് ഈ അതിർത്തിയിൽ നിന്നും തൊട്ടടുത്ത അതിർത്തിയിലേക്കാണ് ആ ഇലക്ട്രിക് പോസ്റ്റ് പോയി മുട്ടുന്നത്. അതും നമുക്കാണ്ട് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ കഴിയും. ഇതാണ്ട ഇവിടെയാണ്, ഇവിടം വരെ പോകുന്നുണ്ട്. ഇവിടം വരെ ഈ ഭാഗത്ത് വരെ ആ ഇലക്ട്രിക് പോസ്റ്റ് പോകുന്നുണ്ട്. ആ ഇലക്ട്രിക് പോസ്റ്റ് ആ ഭാഗം വരെ ഇവിടെ നിന്ന്, അതായത് ഈ റോഡിൽ നിന്നും ആ ഭാഗം വരെ ആ ഇലക്ട്രിക് പോസ്റ്റ് എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതുകൊണ്ട് ഈ പോലീസുകാരൻ നിൽക്കുന്ന ആ ഭാഗം വരെ ഏകദേശം ഒരു 100 മീറ്റർ കൂടുതൽ വരും, 100 മീറ്റർ കൂടുതൽ. എന്തായാലും ഒരു പുരയിടം കഴിഞ്ഞ് പോവുകയാണ്. ഇവിടെയാണ് ഈ കുട്ടികൾ നിന്ന് കളിക്കുന്ന സ്ഥലം. ഇതാണ് അവരുടെ കളിസ്ഥലം. ഇതാണ് ആ പറയപ്പെടുന്ന ഷെഡ്. ആ ഷെഡിന് മുകളിലാണ് ഈ ചെരുപ്പ് വീണു എന്ന് പറയുന്നത്. ഈ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നതിനിടയിൽ, വീഴാൻ പോകുന്നതിനിടയിൽ കുട്ടി ഇലക്ട്രിക് ലൈൻ കയറി പിടിച്ചു. ഇതാണ് രാവിലെ മുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കിവിടെ വന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് അങ്ങനെ ഒരു പ്രചരണം മാത്രമാണെന്നാണ് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആയിരിക്കാനല്ല സാധ്യത. കുട്ടി ഇറങ്ങിയപ്പോൾ ഒരു പക്ഷേ ആ ഷീറ്റിന് മുകളിലേക്ക്